എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ ആൾക്കാര് അവരാ ബുള്ളുമായി മുൻപോട്ട് കുതിച്ചു പായും. പക്ഷെ നേവി സോൾജേഴ്സ് അവര് വീണ്ടും രണ്ടാമത്തെ കിങ് ബുള്ളിനെയും എയിം ചെയ്യും. നമ്മുടെ ആൾക്കാർക്ക് പിടികിട്ടും ഇതേ വഴി തന്നെ മുൻപോട്ട് പോവാണെങ്കിൽ അത് വലിയ അപകടമാണ്. ആ യെല്ലോ കിങ് ബുള്ള് അതിന് സംഭവിച്ചതുപോലെ ഈ കിങ് ബുള്ളിനെയും അവർ തകർക്കും. അപ്പം നമ്മുടെ ചോപ്പർ അവൻ ഒരുപാട് വിഷമത്തില് ആ മഞ്ഞ കിങ് ബുള്ളിനെ നോക്കി നിൽക്കുകയാണ്. അതിന് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഓൾറെഡി ഒരുപാട് ബ്ലഡ് ഒക്കെ ലോസ് ആയിട്ടുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും അതിനൊരു അല്പ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കും. കട്ട് ചെയ്താ ഇവിടെ നാമി അവൾ ആ സെല്ല് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഗ്രാൻഡ്മ കോൾ ചെയ്യുന്നതായിട്ട് അവൾ കാണാം. ഉടനെ അവൾ കോൾ കണക്ട് ചെയ്യും. ഗ്രാൻഡ്മ പറയും, ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. നിനക്ക് പൗലി തന്ന അവൻ ക്രിയേറ്റ് ചെയ്ത ആ ഒരു മാപ്പ് അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആക്ച്വലി ഗേറ്റ് ഓഫ് ജസ്റ്റിസിൽ നിന്ന് കോർട്ടിലേക്ക് യാതൊരു റൂട്ടും ഇല്ല. കോർട്ട് ഹൗസിന് മുൻപിലായിട്ട് വലിയൊരു ടവർ ഉണ്ട്. അതിന്റെ രണ്ട് ഭാഗത്തായി രണ്ട് ലിവറും. അത് പിടിച്ച് വലിച്ചാൽ മാത്രമേ കോർട്ട് ഹൗസിലേക്ക് ഒരു വഴി അവിടെ ക്രിയേറ്റ് ആയി വരൂ. ആക്ച്വലി ഈ ഒരു ബ്രിഡ്ജ് അത് ക്രിയേറ്റ് ചെയ്തത് ഞാനും ടോമൊക്കെ ചേർന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പല കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ദുഷ്ടന്മാരായ ഈ ഗവൺമെന്റ് ടീം അവർ ടോമിനെ തന്നെ കൊന്നുകളഞ്ഞു. അപ്പോഴായിരിക്കും ചിമിനി അവ മറ്റൊരു കാര്യം ഇപ്പൊ നാമിയോട് പറയാ. ആ കോർട്ട് ഹൗസിന് മുകളിലായി നിങ്ങളുടെ കൂടെയുള്ള ആ റബ്ബർമാൻ ലൂഫി അവനെ ഞാൻ കണ്ടു. നാമിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് അവൾ ലൂഫിയെ കണ്ടുപിടിച്ചു. ഗ്രാൻഡ്മ പറയും, നിങ്ങളുടെ ട്രാൻസ്പോർട്ട് സ്നെയില് അതിന് സേഫായി കയ്യിൽ വെക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയൂ. അതിന് നാമി അവൾ ഓക്കെ പറഞ്ഞ് ഇപ്പൊ അവരെല്ലാവരും ലൂഫിയെ ലക്ഷ്യമാക്കി ആ ജുഡീഷ്യൽ കോർട്ടിലേക്ക് അങ്ങനെ സ്പീഡിൽ മുൻപോട്ട് പോകും. ഇവിടെ സോംബെ പറയും, ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആ ലിവറ് അത് വലിച്ചു താഴ്ത്താം. അത് ഓപ്പൺ ആയ ഉടൻ നിങ്ങൾ ഈ ബുള്ളിന്റെ മേലെ തന്നെ അകത്തേക്ക് കയറണമെന്ന് പറഞ്ഞ് അവര് റെഡിയായിട്ട് നിൽക്കുമ്പോഴായിരിക്കും വലിയ 3 ഇരുമ്പ് ഗോളങ്ങള് അതങ്ങനെ മുകളിൽ നിന്ന് വന്ന് ആ ബുള്ളിന്റെ മേലെ ആഞ്ഞിടിക്കും. ആ ഒരു ഇടിയില് ബുള്ള് താഴെ വീഴും. ഒരു സെക്കൻഡ് നമ്മുടെ ആൾക്കാർ ഫ്രീസായി മുകളിലേക്ക് നോക്കും. അപ്പൊ അവര് കാണും അർണോൾഡിന്റെ ബോഡിയൊക്കെയുള്ള ഒരു വമ്പൻ കിങ്കരൻ. അവൻ നമ്മുടെ ആൾക്കാരെ നോക്കി ചിരിച്ച് ആ ഒരു ബോള് അത് മുകളിലേക്ക് വീണ്ടും വലിച്ചുയർത്തും. ഇവിടെ കിങ് ബുള്ളിനാണെങ്കിൽ അടികെട്ടി അതിന്റെ ബോധം പോവും. ഉടനെ അനൗൺസ്മെന്റ് വരും, ആ 2 ബുള്ളിനെയും നമ്മൾ തകർത്തു. എത്രയും പെട്ടെന്ന് സോൾജിയേഴ്സ് എല്ലാവരും ജുഡീഷ്യൽ കോർട്ടിന്റെ മുൻപിൽ അസംബിൾ ആവണം. നേവി ഓഫീസേഴ്സിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷാവും. അവരാവേശത്തിൽ തുള്ളിച്ചാടി ഇപ്പൊ കോർട്ടിന് മുൻപിലേക്ക് ഓടാൻ തുടങ്ങും. അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് റോക്കറ്റ് മാൻ ട്രെയിന് കാണിക്കും. അവിടെയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഭൂമി കുരുങ്ങുന്ന പോലെ ഒരു ഫീൽ അവർക്ക് തോന്നും. ഗ്രാൻഡ്മ പതിയെ ട്രെയിനിൽ നിന്ന് തല പുറത്തേക്കിട്ട് നോക്കും. അപ്പൊ അവര് കാണും ആ 2 ജയന്റ് മാൻ. അവരും ഇപ്പൊ ചാടി എഴുന്നേറ്റ് ആ കോർട്ട് ഹൗസ് അത് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരും ആ 2 ജയന്റ് മാൻമാരെ കാണും. അവരും അതിനെ കണ്ട് ഷോക്കാവും. പൗലിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ ഒരുപാട് നേരം ഫൈറ്റ് ചെയ്ത് ഇപ്പൊ തളർന്നിരിക്കുകയാണ്. ഈ ജയന്റ് മാൻമാരെ കൺട്രോൾ ചെയ്യാനുള്ള പവർ അവനിപ്പോ ഒട്ടുമില്ല. നേവി ഓഫീസേഴ്സിനാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം. അവർ നമ്മുടെ ആൾക്കാരോട് ചോദിക്കും, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അല്ലേ? ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. ഇത് ഞങ്ങളുടെ കോട്ടയാണ്. ജീവനും കൊണ്ട് നിങ്ങൾ ആരും തിരികെ പോവില്ല എന്ന് പറഞ്ഞ് അതിലൊരുത്തൻ ആ ജയന്റ് മാൻമാരെ നോക്കി നിലവിളിക്കും. അവർ 2 പേരും അത് കേൾക്കേണ്ട താമസം കൈയങ്ങനെ വീശിയെടുക്കും. പൗലിയും ഫ്രാങ്കി ടീംസും അത് കാണുമ്പോ തന്നെ മയ്യത്താവാൻ പോവാണെന്ന് കരുതി കണ്ണടച്ചു നിൽക്കും. ഉടനെ അവർ ദേഷ്യപ്പെട്ടു പറയും, ഇത്രയും കാലം നിങ്ങൾ ഞങ്ങളെ ചതിക്കായിരുന്നു എന്ന് പറഞ്ഞ് ആ നേവി ഒഫീഷ്യൽസിനെയും സോൾജിയേഴ്സിനെയും അങ്ങനെ ആഞ്ഞ് ഒരൊറ്റ അടി. ആ ഒരു അടിയില് അവരെല്ലാവരും തെറിച്ചു പോവും. 50 വർഷമാണ് നിങ്ങൾ ഞങ്ങളെ ചതിച്ചത്. കിങ് ഓഫ് ദ സ്നൈപ്പർ അവൻ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളിതൊന്നും അറിയില്ലായിരുന്നു. ഇനി ഒരിക്കലും നിങ്ങൾ ആരെയും ചതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ 2 പേരും സോൾജിയേഴ്സിനെ തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മുടെ ഉസോപ്പ് അവനാണ് ശരിക്കും റിയൽ ഹീറോ. അവന് സൂപ്പർ പവർ ഒന്നും ഇല്ലെങ്കിലും അവന്റെ ഉള്ള പവർ വെച്ച് അവന് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. കട്ട് ചെയ്താ ഇവിടെ ഫ്രാങ്കിയെയും റോബിനെയും സെല്ലിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഫ്രാങ്കി റോബിനോട് പറയും, ശരിക്കും നീ ഭയങ്കര ലക്കിയാണ്. കാരണം നിനക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്നറിഞ്ഞപ്പോ തന്നെ നിന്റെ ഫ്രണ്ട്സ് എല്ലാവരും നിന്നെ രക്ഷിക്കാൻ അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തി ഇവിടേക്ക് വന്നില്ലേ. പക്ഷേ എനിക്ക് അങ്ങനെ ആരുമില്ല. എന്റെ ലൈഫ് വേസ്റ്റ് ആണ്. എന്നെ രക്ഷിക്കാൻ ആരും വരില്ല. പക്ഷെ പാവം ഫ്രാങ്കി അവൻ അറിയില്ല അവന്റെ വലിയൊരു ടീമും അവനു വേണ്ടി പുറത്ത്
ഫൈറ്റ് നടത്തുന്നു എന്ന കാര്യം. റോബിനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ആരോടും സംസാരിക്കാതെ ഭാവവ്യത്യാസം ഒന്നുമില്ലാതെ അവൾ അങ്ങനെ ഇരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കക്കുവിന്റെയും അസിസ്റ്റന്റ് പെണ്ണിന്റെയും മുൻപില് ഓരോ ഡെവിൾ ഫ്രൂട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അതവർക്ക് കൊടുത്തത് അത് മറ്റാരുമല്ല, സാക്ഷാൽ ആ ഏജന്റ് വില്ലൻ. അത് കണ്ട ജബറ ഇപ്പൊ അവിടുന്ന് പേടിച്ച് ദൂരേക്ക് ഓടിപ്പോവും. ജബർ നിലവിളിച്ച് പറയും, അത് ഡെവിൾ ഫ്രൂട്ട് ആണ്, അതിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. അതിന്റെ അടുത്തേക്ക് പോയാ ആ ഡെവിൾ ഫ്രൂട്ടിലുള്ള ഡെവിളും നമ്മുടെ ബോഡിയിലുള്ള ഡെവിളും തമ്മിൽ ഫൈറ്റ് ആവും. പിന്നീട് അത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ ഒളിച്ചു നിന്നത് പറയും. അതിനാ നീണ്ട മൂക്കം പറയും, നീ ഇത്രയ്ക്ക് വലിയ വിഡ്ഢിയാണോ? ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും ഇനി നീ പറയരുത്. ലൂച്ച് പറയും, ആക്ച്വലി ഒരു ഡെവിൾ ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിൽ ആ ഫ്രൂട്ടിന്റെ പവർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇൻ കേസ് 2 ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ 2 ഫ്രൂട്ടിലെയും ഡെവിൾസ് അവര് പരസ്പരം ഫൈറ്റ് ചെയ്തായിരിക്കും പൊട്ടിത്തെറി ഉണ്ടാവുക. സോ 2 എണ്ണം കഴിക്കുന്നതില് യാതൊരു കുഴപ്പമില്ല. അത് കേട്ട് ജബറ അവൻ വണ്ടടിച്ച് ചോദിക്കും, നിങ്ങൾക്കിപ്പോ ഈ ഡെവിൾ ഫ്രൂട്ട് എവിടുന്ന് കിട്ടി? അതിനാ വില്ലൻ ഏജന്റ് ആള് ചിരിക്കും. ആള് പറയും, എനിക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്, അതുപയോഗിച്ച് എനിക്ക് എന്ത് വേണമെങ്കിലും സ്വന്തമാക്കാൻ കഴിയും. നിങ്ങൾക്കിപ്പോ ഇതിന്റെ ഹെൽപ്പ് ആവശ്യമാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനില്ലേ? സോ ഇത് നിങ്ങൾ വേണം ഇപ്പൊ കഴിക്കാൻ. അസിസ്റ്റന്റ് പെണ്ണും കക്കുവും അവർ രണ്ടുപേരും ആ ഫ്രൂട്ടിലേക്ക് നോക്കും. അവർ ചോദിക്കും, ഈ ഫ്രൂട്ടിന്റെ പവർ എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതിനവൻ പറയും, ഇല്ല, ആക്ച്വലി ഇതിന്റെ പവർ എന്താണെന്ന് മാത്രം എനിക്കറിയില്ല. ഉടനെ അസിസ്റ്റന്റ് പെണ്ണ് അവള് വളരെ കെയർഫുള്ളായി ആ ഫ്രൂട്ട്സിലേക്ക് നോക്കും. ഇൻ കേസ് അതിൽ വല്ല ബാഡ് ആയിട്ടുള്ള വിയേർഡ് ആയിട്ടുള്ള പവറും ആണെങ്കിൽ ലൈഫ് ലോങ് അവൾ ആ പവറുമായി ജീവിക്കേണ്ടി വരും. മാത്രമല്ല അവർക്കിനി വെള്ളത്തിൽ വീണുപോയ രക്ഷപ്പെടാനോ കഴിയില്ല. ഉടനെ ലൂച്ചി അവൻ പറയും, നിങ്ങൾ രണ്ടുപേരും ഇത്രയ്ക്ക് മണ്ടന്മാരാണോ? ഇതൊക്കെ വലിയ കാര്യമാണോ? എത്രയോ ആൾക്കാര് ഈ ഒരു ഡബിൾ ഫ്രൂട്ടിന്റെ പവറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത് കഴിച്ചാ നിങ്ങൾക്ക് പവർ കൂടും എന്നല്ലാതെ ഒരിക്കലും പവർ കുറയില്ല. സോ ധൈര്യമായിട്ട് കണ്ണും പൂട്ടി കഴിച്ചോ. പക്ഷെ ജബറയാണെങ്കിൽ അസിസ്റ്റന്റ് പെണ്ണിനോട് പറയും, അയ്യോ വേണ്ട വേണ്ട, അത് കാണുമ്പോ തന്നെ അറിയാം ഭയങ്കര വിയേർഡായിട്ടുള്ള എന്തോ ഒരു പവറാണ് അതിന്റെ ഉള്ളില്. അതിന്റെ ടേസ്റ്റും അത്ര കൊള്ളില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അടുത്ത സെക്കൻഡ് അവർ രണ്ടുപേരും ആ ഫ്രൂട്ട് അത് കഴിക്കാനായിട്ട് ആരംഭിക്കും. ജബറയ്ക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. ആക്ച്വലി ജബറ അവർക്ക് പവർ കൂടുന്നത് കൊണ്ടാണ് ആ ഒരു ഫ്രൂട്ട് അവരോട് കഴിക്കാൻ പാടില്ല എന്ന് ഇത്രയും നേരവും പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ ആ ഫ്രൂട്ട് അത് കുറച്ച് കഴിച്ചു കഴിയുമ്പോൾ അവർക്കാണെങ്കിൽ ഇപ്പൊ ഛർദ്ദിക്കാനൊക്കെ തോന്നും. ജബർ ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ? കഴിക്കാൻ പറ്റുന്നില്ലേ? എങ്കിൽ പുറത്തേക്ക് ഛർദ്ദിക്ക്. പക്ഷെ അവരാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് അത് മുഴുവൻ കഴിച്ചു തീർക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയെ കാണിക്കും. അവനാണെങ്കിൽ ആ ബ്ലൂ ആനോയെ അവനെ ഇടിച്ചു വീഴ്ത്തി ക്യാഷ്വലായിട്ട് നിൽക്കുകയാണ്. ബ്ലൂആനോ പറയും, ആക്ച്വലി ഞാൻ നിന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. നിനക്ക് ഇത്രയും റിവാർഡ് കിട്ടാനുള്ള കാരണം അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ് പിടികിട്ടിയത്. അടുത്ത സെക്കൻഡ് ബ്ലൂആനോ അവ മൂൺ വാക്കൊക്കെ ചെയ്ത് ടംബസ്റ്റിക് അറ്റാക്ക് ഉപയോഗിച്ച് ലൂഫി അറിഞ്ഞം പുറഞ്ഞം അറ്റാക്ക് ചെയ്യും. ലൂഫി സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് ദൂരേക്ക് തെന്നി മാറും. ആ ബ്ലൂ ആൻഡ് വില്ലൻ അവന്റെ ബോഡി അയൺ ബോഡിയാണ്. അവനിപ്പോ കറങ്ങി കറങ്ങി ലൂഫിയെ വിടാതെ പിന്തുടർന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ലൂഫിയുടെ മുടിയൊക്കെ അവന്റെ ബോഡിയിൽ തട്ടി അങ്ങനെ അച്ചറം പൊച്ചറം കട്ടായി ഓരോ ഭാഗത്തേക്ക് തെറിക്കാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം ആ വില്ലൻ അവന്റെ ഡോർ പവർ ഉപയോഗിച്ച് ലൂഫിയുടെ കാല് പിടിച്ച് താഴേക്ക് വലിക്കും. വില്ലൻ സ്റ്റൈലായിട്ട് പറയും, ഇതാണ് ഡോർ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ. ഞാൻ വിചാരിച്ച എന്തു വേണമെങ്കിലും ആരെ വേണമെങ്കിലും ഡോറാക്കി മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞ് ലൂഫിയുടെ കണ്ണിരിക്കുന്ന ആ ഒരു പോർഷൻ അത് ഡോറാക്കി മാറ്റി അവൻ ആഞ്ഞു കറക്കും. അതിനുശേഷം ടംബസ്റ്റിക് പവർ അതുപയോഗിച്ച് അവനെ ആഞ്ഞടിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ കണ്ടു കഴിഞ്ഞു. പക്ഷെ എന്താ, അവരുടെ തൊട്ടു മുൻപില് ഒരുപാട് മിലിറ്ററി ഫോഴ്സ് അവരെ മുഴുവൻ അടിച്ചു തകർത്ത് വേണം അവർക്ക് മുൻപോട്ടേക്ക് പോവാൻ. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ചോപ്പർ ഇപ്പോ ആ ഒരു ബുള്ളിനെ മുകളിലേക്ക് ഉയർത്തും. അതങ്ങനെ ചാടി എഴുന്നേറ്റ് അലറാനായിട്ട് തുടങ്ങും. അത് കണ്ട് ആ നേവി ഫോഴ്സ് അവര് പേടിച്ച് വിറച്ച് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.